ഈശോ മിശിഹായ്ക്ക് തുതിയായിരിക്കട്ടെ. ഏവർക്കും കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. കുരിശിനരികെ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിനോടൊത്ത് നമുക്ക് ഇന്ന് ബലിയെക്കുറിച്ച് ധ്യാനിക്കാം. കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങി ബലിവസ്തുവും ബലിയർപ്പകനും ഒരാളായി മാറിക്കൊണ്ട്, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് അരുൾ ചെയ്ത് ജീവിത ബലിയായ യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി ആവോളം നുകരുവാനും ആസ്വദിക്കുവാനുമാണ് നാം ഇന്ന് തീവ്രമായി ആഗ്രഹിക്കുക. ബലി അത് ത്യാഗത്തിൻ്റെ പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്, തന്നെ തന്നെ വിട്ടുകൊടുക്കലാണ്. മറ്റെന്തോ ആയിത്തീരാനുള്ള, നേടിക്കൊടുക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ബലി. തിരിഞ്ഞു നോക്കുമ്പോൾ മോറിയ മലയിൽ സ്വന്തം പുത്രനെ ബലി കഴിക്കുവാൻ തയ്യാറായ വിശ്വാസികളുടെ പിതാവായ അബ്രാഹവും ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആമേൻ എന്ന് പ്രത്യുത്തരിച്ച പരിശുദ്ധ കന്യകാമറിയവും ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റുവാൻ വെമ്പൽ കൊണ്ട വിശുദ്ധ യൗസേപ്പിതാവും തങ്ങളുടെ ജീവിതം ബലിയായി മാറ്റിയവരാണ്. നമുക്ക് മുൻപിൽ ക്രിസ്തുവിൻ്റെ ബലി സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെച്ച് അനേകർക്കായി പകർന്നു നൽകിയ മഹത് വ്യക്തിത്വങ്ങളുണ്ട്, പുണ്യാത്മാക്കളുണ്ട്. അവരൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുവനെ മുഴുവനായും സമർപ്പിക്കുന്നതാണ് ബലി. സ്വന്തമായി നേടിയെടുക്കാവുന്നതൊക്കെയും ആഗ്രഹിക്കാവുന്നതൊക്കെയും മറ്റുള്ളവർക്ക് നൽകുന്നതിനും അവർക്കും ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നതിനും വേണ്ടി തന്നെ തന്നെ മാറ്റിവെക്കുന്ന ജീവിത നിയോഗമാണ് ഇത്. വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തളർന്നു വീണ് കിടക്കയിൽ ഒതുങ്ങിയവൻ്റെ കൂടെ ഒരു ജന്മം മുഴുവൻ ജീവിക്കുവാൻ ഒരുങ്ങുന്ന ഭാര്യയും, അവിശ്വസ്തയായ പത്നിയെ ത്യാഗത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുന്ന ഭർത്താവും, സ്നേഹവും സഹനവും ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വെമ്പൽ കൊള്ളുന്ന മാതാപിതാക്കളും, പ്രായാധിക്യവും രോഗവും മൂലം തങ്ങളുടെ മക്കൾ തങ്ങളെ ഉപേക്ഷിക്കുമ്പോഴും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും ഇന്ന് ബലിയുടെ തുടർച്ചയാണ്. ക്ഷണികമായ ഈ ജീവിത സാഹചര്യത്തിലും നശ്വരമായ ഈ വേളയിലും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നുണ്ട് മറ്റൊരു ബലിയാകുവാൻ. ഈ നോമ്പുകാലം കുറച്ചുകൂടി നമ്മെ തന്നെ അപരനിലേക്ക് കൊണ്ടുവരുന്നതിനും ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർന്ന് നിന്ന് ആഴമായി അനുഭവിക്കുന്നതിനും മറ്റൊരു ബലിയായി തീരുന്നതിനും നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം.